യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നാം കേൾക്കുവാനിടയായി തീർന്നത് നല്ല ഒരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആരായി തീരും, നമ്മൾ എന്തായി തീരും, നമ്മൾ എവിടെയായി തീരും, ഇതൊക്കെയും നമ്മുടെ മുൻപിലുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ എവിടെ എത്തും നമുക്കറിവില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നാം എന്തായി തീരുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രാണൻ അറിയുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ ഈ ശരീരത്തിൽ വരുന്നതിന് മുമ്പേ, ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്കുള്ള അവകാശവും നമ്മൾ ആരായി തീരുമെന്നും നമ്മൾ എന്തായി തീരുമെന്നും ഇതെല്ലാം അവിടെ നിർണയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാണൻ അറിയാം എന്തായി തീരും ഇതിൻ്റെയൊക്കെ അവസാനം. നമുക്കത് പൂർണ്ണമായിട്ട് ബുദ്ധിമുട്ടിടത്തേക്ക് വെളിപ്പെടുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവൻ എന്തു തന്നെയായിരുന്നാലും അവൻ പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരേ പേരുണ്ട്. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. നമ്മൾ എന്തായി തീരും അതിന് സംശയമൊന്നും വേണ്ട. അത് വിധിക്കപ്പെട്ടു പോയതാ. എഴുതിയ പുസ്തകം വായിക്കുന്നത് പോലെയേ ഉള്ളൂ. ഇത് ഒരു പുസ്തകം, ഒരു കഥപുസ്തകം. ആ കഥപുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിന് മുഴുവനും ആകാംക്ഷയാണ്, സസ്പെൻസാണ്. എന്തായിത്തീരും, ആ വ്യക്തി എന്തായിത്തീരും, ഇത് ഈ സംഭവം എന്തായിത്തീരും, മുഴുവനും അതിന് ആകാംക്ഷ അധികമായിട്ട് ചിലര് അതിൻ്റെ അവസാനത്തെ പേജ് എടുത്ത് വായിക്കാറുണ്ട്. കഥയിലെ കഥാനായകൻ എന്ത് സംഭവിച്ചെന്നറിയാൻ. ഇതുപോലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എഴുതി തീർത്ത പുസ്തകമാണ്, എന്താകുമെന്ന് വിധിച്ചതാണ്. നമുക്കെല്ലാവർക്കും ഒരു പേരുണ്ട്, അതിന് മാറ്റമില്ല. അപ്പോ നിശ്ചയമായിട്ടും അവിടെയാണ് കർത്താവിനോടൊപ്പം നമ്മൾ കേട്ടതുപോലെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. കർത്താവ് നമുക്കൊരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു സ്ഥാനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് ഒരു അവകാശം കർത്താവ് വെച്ചിട്ടുണ്ടെന്നർത്ഥം. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഒരു രാജാവ് നീതിയോടെ വാഴും. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ പെട്ടേ മതിയാകും. അത് കർത്താവിൻ്റെ നീതിയാണ്. നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു അടയാളമാണ് ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ തന്നെ നീതിയും ന്യായവും വെളിപ്പെട്ട്
ജീവിക്കുന്ന ഒരു കാലം വരും. അന്ന് യേശു രാജാവായിരിക്കും. അവനോട് കൂടെയുള്ള അവൻ്റെ ജനം പ്രഭുക്കന്മാരായിരിക്കും. അവനോടുകൂടെയുള്ള വിശുദ്ധന്മാർ ഈ ലോകത്തെ അവകാശമാക്കും. ഇതൊക്കെയും പ്രതീക്ഷയാണ് നമ്മുടെ. എന്നാൽ ഈ പ്രതീക്ഷ മുമ്പിൽ എപ്പോഴും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഭക്തന്മാർ. ഇങ്ങനെ കർത്താവിനോടൊപ്പം ഈ ലോകത്തെ അവകാശമാക്കി ഇങ്ങനൊരു കാലം പങ്കിടണമെങ്കിൽ എന്ത് വേണം? അതിനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കണം. പുനരുദ്ധാനം പല തരത്തിലുണ്ട്. നല്ലൊരു പുനരുദ്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നിത്യജീവനായിട്ടും ചിലർ നിത്യലജ്ജയ്ക്കായിട്ടും കൊണ്ടുവരും. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉള്ള ചിന്തയാണ് കർത്താവിനോടൊത്തുള്ള ഈ ലോകത്തിലെ ജീവിതവും അതിനു വേണ്ടിയിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്നവർ കണ്ടു. എന്നാൽ ചിലപ്പോൾ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് ഉത്സാഹത്തോടു കൂടി വരുന്ന അനുഭവവും നമുക്കുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരിക്കൽ ന്യായവിധിയും ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഉണ്ട്, അതിൽ കഴിഞ്ഞ് പുനരുദ്ധാനമുണ്ട്. ഈ പുനരുദ്ധാനം ഏറ്റവും നല്ലൊരു പുനരുദ്ധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് ഏറ്റവും നല്ലൊരു പുനരുദ്ധാനം കിട്ടണമെങ്കിൽ അവൻ്റെ മരണം പൂർണ്ണ സമാധാനത്തിലായിരിക്കണം. അവൻ്റെ മരണം അതുപോലെ പ്രത്യാശയിലായിരിക്കണം. അത് ഒരു മനുഷ്യൻ മരണസമയത്ത് അവൻ ഭയപ്പെടാതിരിക്കണമെങ്കിൽ എന്താ സ്ഥിതി? സാധ്യമല്ല. ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ തൻ്റെ ജീവനങ്ങ് അറ്റുപോവുക. തൻ്റെ ജീവനങ്ങ് അറ്റുപോകുമ്പോൾ അവനെ സംബന്ധിച്ച് അവന് സമാധാനം ഉണ്ടാകണമെങ്കിൽ സംശയം വേണ്ട, അവൻ വെളിച്ചം കാണണം. ഏത് വെളിച്ചം കാണണം? എൻ്റെ പ്രാണൻ വെളിച്ചം കാണണം. എൻ്റെ കണ്ണും അടഞ്ഞു, എൻ്റെ ചെവികൾ കേൾക്കാൻ വയ്യ, എല്ലാം ഞാൻ വാർദ്ധക്യത്തിലായിട്ട് സകല വഴികളും അടഞ്ഞ്, പക്ഷേ എൻ്റെ പ്രാണൻ വെളിച്ചം കാണും. സമാധാനമായി. അവിടെയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇത് കാക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനെ ഭീഷണിപ്പെടുത്തിയാൽ നടക്കുമോ? നടക്കില്ല. കാരണം നിങ്ങൾ വീണ് ഈ ബിംബത്തെ നമസ്കരിച്ചില്ല എങ്കിൽ ആ സമയത്ത് എരിയുന്ന തീച്ചുള ഇട്ട് കളയും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് അവരുടെ പ്രതീക്ഷ എന്താ? അവരുടെ പ്രതീക്ഷ നല്ലൊരു മരണം. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. നല്ലൊരു മരണം, നല്ലൊരു പുനരുദ്ധാനം, കർത്താവിനോടൊപ്പം ഈ ലോകത്തുള്ള ജീവിതം, നീതി വസിക്കുന്ന ആകാശവും നീതി വസിക്കുന്ന ഭൂമിയോടത്തുള്ള ജീവിതം, ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടാണ് ജീവിതം മുഴുവൻ നടക്കുന്നത്. അവനോട് പറയുക, തീച്ചുള ഇട്ട് കളയുന്നു ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ. ബിംബത്തെ നമസ്കരിച്ചില്ല എങ്കിൽ തീച്ചുള ഇട്ട് കളയുന്നു. അവൻ പേടിക്കുമോ? വചനം പറയുന്നത് ഇത് ധ്യാനിച്ചിട്ട് നടക്കുന്നവനെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ ആ ഭീഷണിയിൽ വീഴുന്നവനല്ല. കാരണം അവൻ്റെ ഭീഷണിക്ക് മുഴുവൻ ഭംഗം വരും. ഇന്ന് ഈ ദൂര സമൂഹത്തിൽ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ വീണ് നമസ്കരിച്ചാൽ സകല കാര്യങ്ങളും പോയി. ഏതൊക്കെ പോയി? സമാധാനത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. മരിച്ചവിടെ ഇരുന്ന് മടങ്ങി വരാൻ പറ്റില്ല. നല്ലൊരു ഏർപ്പ് കിട്ടില്ല. കർത്താവിനോടൊപ്പം മരണം കിട്ടില്ല. ഒരിക്കലും പുതിയ യെരൂശലേമിൽ കയറ്റുകയില്ല. പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ഒന്നാമത്തെ ആളാരാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള
ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ നീ അവിടെ മാറി നിൽക്കാൻ പറയണ ഒന്നാമത്തെ ആളാരാ? ഭീരുക്കൾ. ഭീരുക്കൾ. ഭീരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ, മരണത്തെ, ഇതിനെ ഭയപ്പെടുന്നവർ ഒരിക്കലും അവിടെ കയറില്ല. ഇതാണ് ശദ്രകിന്റെയും മേശക്കിന്റെയും അഭേദനോവിന്റെയും മനസ്സിലിരിക്കുന്നത്. അവൻ ഭയപ്പെടുവോ? ഭയപ്പെട്ടു കഴിഞ്ഞാൽ യെരൂശലേമിൽ കയറ്റില്ല. നമസ്കരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അവസാനം കിട്ടില്ല. നല്ലൊരു അവസാനം കിട്ടിയില്ലെങ്കിൽ നല്ലൊരു പുനരുദ്ധാനം ഉണ്ടാവില്ല. നല്ലൊരു പുനരുദ്ധാനം ഉണ്ടായില്ലെങ്കിൽ കർത്താവിനൊപ്പം ഈ ലോകത്ത് വരാൻ പറ്റില്ല. കഴിഞ്ഞ ചില നാളുകളിൽ ഇവിടെ ചില കോളിളക്കങ്ങളൊക്കെ ഉണ്ടായി. അതായത് അവരുടെ സംസാരത്തിന്റെ വിഷയമാണ്, ഒരു പ്രസംഗത്തിന്റെ ഒരു വിഷയമാണ്. പ്രസംഗത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഗ്രഹിക്കാഞ്ഞില്ല. ഇന്ന് നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഈ ലോകത്ത് വാർദ്ധക്യത്തിൽ വന്ന് മരിക്കുന്നവരുണ്ട്, രോഗം വന്ന് മരിക്കുന്നവരുണ്ട്, പലതരത്തിൽ മരിക്കുന്നവർ നമ്മുടെ സഭയിലുണ്ട്. അവരിൽ പലരും ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കില്ലാത്തവരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറയാതിരിക്കാൻ പറ്റുമോ? അതിന് ഞാൻ പറഞ്ഞത് എന്തെല്ലാം എതിര് വന്നാലും ഞാനത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ പുനരുദ്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കർത്താവിനോടൊപ്പം രാജ്യം, ഈ ലോകം ഭരിക്കാനുള്ള, അത് ഭരിക്കണമെങ്കിൽ നല്ലൊരു പുനരുദ്ധാനം വേണം. നല്ലൊരു പുനരുദ്ധാനം വേണമെങ്കിൽ അവന്റെ മരണാത്തരായിരിക്കണം. ആ മരണാത്തരായിരിക്കണമെങ്കിൽ അവന്റെ ജീവിതാത്തരായിരിക്കണം. അവന്റെ ജീവിതം അനുസരിച്ച് അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തവണമായിരിക്കും. അവരുടെ ജീവിതം അനുസരിച്ച് അവരുടെ അവസാനം, ആ അവസാനം അനുസരിച്ച് ഒരു മരണം, മരണം അനുസരിച്ച് ഒരു പുനരുദ്ധാനം, പുനരുദ്ധാനം അനുസരിച്ച് കർത്താവിനോടൊപ്പം ജീവിതം. ഈ യോഗ്യതയുള്ളവൻ ആണ് ഭയമില്ലാത്തവൻ, അവനെ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുള്ളൂ. ഇത് പറയണ്ടേ? ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. എപ്പോഴും ഓർത്തു കൊള്ളണം, ഈ ലോകത്ത് ജീവിക്കുന്നവർ മുഴുവനും നാളെ നശിച്ചു പോകുന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു ചോദ്യമേ ഉള്ളൂ. ഈ വഴിക്ക് ഇറങ്ങി തിരിച്ച് ഇത്രയും അധ്വാനിച്ച്, ഇത്രയും നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത് ആരാധിച്ച്, പക്ഷെ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുണ്ടോ? ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്കുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു അവസാനം കിട്ടും. ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു മരണം കിട്ടും. ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പുനരുദ്ധാനം കിട്ടും. അങ്ങനെ ഒരു പുനരുദ്ധാനം ഉണ്ടെങ്കിൽ എനിക്ക് കർത്താവിനൊപ്പം ഈ ലോകത്തിൽ, ഈ നിൽക്കുന്ന ഭൂമിയിൽ തന്നെ, ഞാൻ താമസിക്കുന്ന ഇടത്ത് തന്നെ എൻ്റെ കർത്താവിനെ വരുത്തുന്ന ജീവിക്കും, അക്ഷയരായി ജീവിക്കും. അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കും. അതിലുള്ള ഒന്നാമത്തെ യോഗ്യതയാണ് ഭീരുത്വമില്ലാത്തവർ, ഭീരുക്കളല്ലാത്തവർ, ഭയമില്ലാത്തവർ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഏറ്റവും യോഗ്യമാണ് അവന്റെ ഭയങ്കരമാവൻ ഭയമില്ലാത്തവൻ. കാരണം അവനെ ഭയപ്പെടുത്താൻ സാധിക്കില്ല. അവനെ ഭയപ്പെടുത്തണമെങ്കിൽ അവന് വിശ്വാസത്തിൽ താഴ്ച വേണം. അവൻ ഭയപ്പെടും. വിശ്വാസത്തിൽ വീഴ്ച വന്നാൽ ഭയപ്പെടും, അല്ലാതെ അവൻ ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടത് നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഉദ്ധാരണത്തെക്കാൾ, ഭേദ്യത്തെക്കാൾ നമ്മുടെ ലക്ഷ്യം നല്ലൊരു പുനരുദ്ധാനമായിരിക്കട്ടെ, നല്ലൊരു അവസാനമായിരിക്കട്ടെ. ആ അവസാനം കണ്ടപ്പോൾ ഇസ്രായേലിനെ പ്രാകാനായിട്ട്, ശപിക്കാനായിട്ട് വന്ന വലയാം ദൈവം അവന് കാണിച്ചു കൊടുത്തു. നീ ശപിക്കാൻ പോകുന്നില്ലല്ലോ, ഈ ജനത്തിന് എന്ത് സംഭവിക്കുന്നു നോക്ക്. നോക്കിയപ്പോൾ അവന്റെ മരണം ഏത്? സാക്ഷാൽ ഇസ്രായേലിന്റെ മരണം. ആ ആത്മാവ് വേർപെടുന്നത്, ദൂതന്മാർ അതിനെ കൊണ്ട് പോകുന്നത്,
ദൈവത്തിന് മുമ്പാകെ അവൻ്റെ സ്ഥാനം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ബിലെയാം പറയുകയാണ്, ശപിക്കാൻ വന്നവൻ പറയുകയാണ്, കർത്താവേ, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ഒരു നല്ല അവസാനം. ഒരു വർഷങ്ങളോളം പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി, അവൻ്റെ ഏക ലക്ഷ്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അവനൊരു സർട്ടിഫിക്കറ്റ് വേണം. അവൻ പഠിക്കുന്ന സകല പഠനത്തിൻ്റെയും അംഗീകാരപത്രം അവന് കിട്ടണം. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ അവസാനം. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ അവസാനം. ആ അവസാനം അനുസരിച്ചിട്ടാണ് പുനരുദ്ധാനം. ആ പുനരുദ്ധാനം അനുസരിച്ചിട്ടാണ് കർത്താവിനോടുള്ള ജീവിതം. അതനുസരിച്ചിട്ടാണ് നിത്യതയിൽ യെരൂശലേമിലുള്ള അവൻ്റെ അവകാശം. ഇന്ന് നമ്മൾ ലോകത്തെ ഭയപ്പെടാനല്ല, മനുഷ്യനെ ഭയപ്പെടാനല്ല, പിന്നെയോ നമ്മുടെ ലക്ഷ്യം ഇവരെ ഞാൻ പറഞ്ഞതുപോലെ, ദൈവമേ, നല്ലൊരു അവസാനം. സങ്കീർത്തനകാരൻ പറയുന്ന പോലെ, ഹോയ്, എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണമേ. എൻ്റെ അവസാനത്തെ, അത് എങ്ങനെ തീരും, എന്ന് തീരും, ഈ രണ്ട് കാര്യങ്ങൾ എന്നെ അറിയിക്കണമേ. തൻ്റെ ഭക്തന്മാരെ ദൈവം അത് അറിയിക്കും. അപ്പോസ്തലനായ പത്രോസിനോട് പറഞ്ഞതുപോലെ, നിന്റെ ഭൗമമായ നിന്റെ കൂടാരം അഴിഞ്ഞു പോകാൻ എടുത്തിരിക്കുന്നു. അങ്ങനെ എഴുതിയതാണ്, ആ അറിവിൽ എഴുതിയതാണ് ലേഖനം. പത്രോസ് ലേഖനം എഴുതിയത്. എന്നിട്ട് പത്രോസ് പ്രകാരം പറഞ്ഞു, എൻ്റെ മരണശേഷം നിങ്ങൾ എല്ലാവരും അത് ഓർക്കുവാൻ ഇടവരും. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുവല്ലോ. നമുക്ക് വേണ്ട വിടുതൽ കർത്താവിൻ്റെ പക്കലുണ്ട്. നമ്മൾ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ ഒരു മനം കലക്കവും വേണ്ട, ഒരു വിചാരപ്പെടലും വേണ്ട. ഒറ്റ കാര്യം മാത്രം, ദൈവമേ, ഇതിൻ്റെയൊക്കെ അവസാനം എങ്ങനെയിരിക്കും? കർത്താവിന് ദൈവത്തിൻ്റെ വചനം ഈ യോഗന്റെ പുസ്തകത്തിൽ പറയുന്നത്, അന്ത്യസ്ഥിതി മഹത്തായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ പുനരുദ്ധാനം മഹത്തായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ യേശുവിനോടുള്ള ജീവിതം മഹത്തായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നിത്യതയിൽ യെരൂശലേമിലുള്ള ജീവിതം മഹത്തായിരിക്കും. ആ മഹത്തരമായത് തന്നെ, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ഭൗമികമായി കാക്ഷിക്കുന്നവൻ ഭയപ്പെടും, സ്വർഗീയമായി കാക്ഷിക്കുന്നവൻ ഭയപ്പെടില്ല. അവൻ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. യഹോവയിൽ ആശ്രയം വയ്പ്പീൻ. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയും, അത് പറയും. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന ജീവൻ പർവ്വതം പോലെയാവും. മുട്ടുകളെ മടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ തന്നെ കർത്താവിൽ നല്ലൊരു പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ വിശ്വാസഭക്ത വീരന്മാരെ പോലെ കർത്താവിന്റെ ഭക്തന്മാരായ ഞങ്ങളും കർത്താവ് ഈ ലോകത്തിന് ഞങ്ങൾ കീഴ്പ്പെട്ടു പോകാതെ വണ്ണം പൂർണ്ണമായിട്ടും ആ പുനരുദ്ധാനത്തിന്റെ നാഴികയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് സഹായം നൽകണമേ പിതാവേ.